ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് രാവിലെ നടക്കാൻ പോകുമ്പോഴുള്ള കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. വാണിയംകുളത്തുനിന്ന് കുറച്ച് ആ കോതർശ്ശി റോട്ടിന് കുറച്ച് അങ്ങോട്ട് നടക്കും കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനും വീടിൻ്റെ അടുത്ത് 2-3 ചേച്ചിമാരൊക്കെ ഉണ്ട്. എല്ലാവരും പാടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വലിയൊരു 1.5 കയറ്റമാണ് ഗൈസ്. കണ്ടില്ലേ അതിൻ്റെ താഴ്ന്ന് ഇങ്ങനെ കയറി വരണം. പോകുമ്പോൾ അങ്ങോട്ട് വേഗം സ്പീഡിൽ പോകാൻ പറ്റും കേട്ടോ. വരുമ്പോൾ വല്ല ഇഴഞ്ഞുകൊണ്ടാണ് വരിക. അതുകൊണ്ട് ആ കയറ്റം വല്ലാത്തൊരു കയറ്റമാണ്. അങ്ങനെ ഞാൻ നടന്ന് ഒരു 6:30 ആവാറാകുമ്പോഴേക്കും വീടെത്തും കേട്ടോ. 1 മണിക്കൂർ ഏകദേശം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തറവാടാണ്. തറവാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വീട്ടിലേക്ക് കയറാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തറവാട്. ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി കാണും കേട്ടോ. ബ്ലൂ പെയിൻറ്റ് വീട് എന്നാണ് പറയുക. വല്ല മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വരുമ്പോൾ ആ ബ്ലൂ പെയിൻറ്റ് വീടിൻ്റെ അത് കൂടെയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ വീട്ടിൽ അവിടെ എത്തുമ്പോൾ പശു ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. പച്ചൻ പാല് കറക്കണുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ആ ഇടവഴി കൂടെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ കൂടെ ഇങ്ങോട്ട് കയറിയ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടെത്തി. രാവിലെ ജാക്കിക്കൂട്ട അവിടെ കിടക്കുന്നുണ്ട്. ഞാനൊരു 5:20 പോകും കേട്ടോ. 5:30 ആകുമ്പോഴേക്കും പോവും. അവർ 5 മണിക്കൊക്കെ ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ നല്ല നായ്ക്കളുടെ ശല്യമാണ്. അത് കാരണം കൊണ്ട് നേരത്തെ ഇറങ്ങില്ല കേട്ടോ. ഒരു 5:20 5:25 ആകുമ്പോഴാണ് ഇറങ്ങുക. അപ്പോൾ ഞങ്ങൾ ഏട്ടന് ലീവാണ്. 1-ാം തീയതി 2-ാം തീയതി ലീവാണ്. ബാറിലാണ് വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം ലീവല്ലേ. ഗാന്ധി ജയന്തിയുടെ ലീവും പിന്നെ 1-ാം തീയതി ഡ്രൈ ഡേ, അങ്ങനത്തെ ലീവുമാണ് കേട്ടോ. അപ്പോൾ പട്ടാമ്പി പോവുക പറഞ്ഞിട്ട് പോയതാണ് ഗൈസ്. അവിടുത്തെ റോഡ് ഇങ്ങനെയല്ല മോശം. അറിയാമായിരുന്നു റോഡ് മോശമാണെന്ന്. എന്നാലും വെറുതെ പട്ടാമ്പിക്ക് വിത്ത് മേടിക്കാം. 10-30 രൂപയുടെ കാര്യമുള്ളൂ. അത് ഇവിടുന്ന് മേടിച്ചാലും മതി. അവിടുന്ന് വിത്ത് മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ വെറുതെ കുറേ ദിവസമായി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട്. ഏട്ടന് ലീവുള്ളപ്പോൾ കുട്ടികളെയും കൊണ്ട് അങ്ങനെ പോകുന്നല്ലാതെ 3 ആൾക്കും കൂടിയും ബൈക്കിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിൽ കയറി കേട്ടോ. നിറയെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ അതിലേക്ക്. ഏട്ടനും കുട്ടികളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ ജ്യൂസ് ഇങ്ങനെ ഐസിലിങ്ങനെ ആക്കി ചേർക്കണ കണ്ടു. പിന്നെ നമ്മുടെ മീനിൻ്റെ സെക്ഷനിൽ കുറേ വെറൈറ്റി മീനുകളുണ്ട്. മീറ്റും ഉണ്ട് കേട്ടോ. ഇറച്ചിയൊക്കെ ഉണ്ട്. അതുപോലെ മസാലയൊക്കെ തിരുമ്പി വെച്ച ചിക്കനും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അത് വാങ്ങിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് ഒന്നും കൂടി ലാഭം തോന്നുന്നത് അതാണ്. സംഭവം 1 കിലോന് അങ്ങനെ 200 സംതിങ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മുന്തിരി ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട തന്നെ സുഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒന്നും വാങ്ങിക്കൊന്നും വേണ്ട, വെറുതെ നമുക്ക് സ്റ്റുഡിയോയിലൊന്ന് കയറിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഡ്രസ്സ് കളക്ഷനൊക്കെ ഉണ്ട് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടോ. ഒന്നും എടുത്തില്ല, വെറുതെ ചുറ്റിക്കറങ്ങിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഏട്ടൻ പാൻറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാർഗോസ് പറഞ്ഞിട്ട് അത് നോക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അത് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അടുത്ത പ്രാവശ്യം ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത്ര സ്റ്റുഡിയോയിൽ സ്റ്റോക്കൊക്കെ റീസ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ആയിട്ട് ഇനി ഒഴിവുള്ളപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഏട്ടൻ വണ്ടി എടുക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ഈ സംഭവത്തിലേക്കാണ് വന്നത് കേട്ടോ. വിത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി. ചട്ടിയൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചോ. ചട്ടിയൊന്നും ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ എന്തൊക്കെ വിത്തുകളുണ്ട്, സ്കോഷൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കയറി. ബിരിയാണി കൊള്ളില്ലായിരുന്നു ഗൈസ്. എൻ്റെ ബിരിയാണി മോഹം അങ്ങനെ പോയി. വരുമ്പോൾ ഒരു നറുനീണ്ടി സർബത്തും കൂടിയും കുടിച്ചിട്ട് ഞങ്ങളുടെ യാത്ര എങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. ഒരു ഗോൾ സോഡയും കുടിച്ചു. ഗോൾ സോഡയുടെ ടേസ്റ്റൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ.